again welcome back to K2CSE. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SA1ൻ്റെ മാത്രമാണ് എൻട്രോപ്പിയും പിന്നെ ദെൻ ഇൻഫർമേഷൻ ഗെയിനും കണ്ടുപിടിച്ചത്. അതേപടി SA2 കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ SA2ൽ A1 A2 = 1 വരുന്ന കേസും 0 വരുന്ന കേസിലെയും എൻട്രോപ്പി സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻഫർമേഷൻ ഗെയിനിലോട്ട് പോവുകയാണ്. സോ E(S) എന്ന് പറയുന്നത് 0.971 കണ്ടുപിടിച്ചു. പിന്നെ ഈ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 1 എത്ര വട്ടം A2ൽ വരുന്നെന്ന് നോക്കണം. 1 എത്ര വട്ടം വരുന്നു? 1 2 3 3 വട്ടം, മൊത്തം 5 എണ്ണം ഉണ്ട്. സോ അതാണ് 3/5. പിന്നെ ഈ സംഭവം, അതായത് A1ൻ്റെ A2 = 1ൻ്റെ എൻട്രോപ്പി പ്ലസ് 0 എത്ര വട്ടം വരുന്നുണ്ട് നമ്മുടെ A2ൽ? 2 പ്രാവശ്യം. സോ 2/5 × A2 = 0യുടെ എൻട്രോപ്പി ആയ 0. അത് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതേപടി നമ്മൾ എന്ത് ചെയ്യണം? SA3യുടേതും കണ്ടുപിടിക്കണം. സോ A3യുടേതും കണ്ടുപിടിക്കണം. A3യുടെയും എൻട്രോപ്പിയും ഇൻഫർമേഷൻ ഗെയിനും എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിൻ്റെ ഇൻഫർമേഷൻ ഗെയിൻ നമ്മൾ നോക്കണം. A1ൻ്റെതും A2ൻ്റെതും A3യുടേതും. ഇതിൽ ലാർജസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ ഏതാണെന്ന് നോക്കുക. അത് നമ്മുടെ ഡിസിഷൻ ട്രീയുടെ റൂട്ടാക്കുക. സോ A1 0.171, A2 0.420, A3 0.02. സോ വലുതാരാ? A2 വരുന്നത് അല്ലേ? സോ നമ്മൾ A2നെ ഹെഡാക്കി വെച്ചു. അപ്പോൾ ഒരു റൂട്ട് നോഡിന് എന്തായാലും പ്രോബബിളി 1ഉം കാണും 0യും കാണും. ഇനി നമ്മൾ A2ൻ്റെ ടേബിൾ നോക്കുമ്പോൾ A2ൽ 0 ഇൻപുട്ടായിട്ട് വരുമ്പോൾ 0 ഔട്ട്പുട്ട്, 0 ഇൻപുട്ടായിട്ട് വരുമ്പോൾ 0 ഔട്ട്പുട്ട്. പക്ഷേ 1 ഇൻപുട്ടായിട്ട് വരുമ്പം 0യും 1ഉം ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? A2ൽ എപ്പോഴൊക്കെ 0 ഇൻപുട്ടാക്കി വരുന്നോ അപ്പോഴെല്ലാം 0 ഔട്ട്പുട്ടാണ്. പക്ഷേ 1 വരുന്ന സമയത്ത് അങ്ങനെയല്ല, മിക്സ്ചറായിട്ടാണ് വരുന്നത്. സോ A2ൽ എപ്പോഴൊക്കെ 0 ഇൻപുട്ടാക്കി വരുന്നു അപ്പോഴൊക്കെ 0 ഔട്ട്പുട്ടാക്കി വരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് 1 നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ 2 ഔട്ട്പുട്ടിൻ്റെയും കാര്യം നമുക്ക് കൺഫേമാണ്. കാര്യം എന്താ? അവിടെ 0 ഇൻപുട്ടാക്കി കൊടുത്തപ്പോഴാണ് 0 ഔട്ട്പുട്ട് കിട്ടിയത്. പക്ഷേ ഈ 3 ഔട്ട്പുട്ടിൻ്റെയും കാര്യം എന്തല്ല? കൺഫേം അല്ല. അതായത് X3 X4 X5. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് A1ഉം A3യും ഔട്ട്പുട്ടും വെച്ചിട്ട് നമ്മളൊരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കണ്ടോ? X3യും X4ഉം X5ഉം മാത്രം വെച്ചിട്ട്, കാര്യം അതിൻ്റെ ഔട്ട്പുട്ടാണ് 0 1 മിക്സ്ചറാക്കി വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി വീണ്ടും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഈ എൻറ്റിയർ ആയിട്ടുള്ള പുതിയ സാമ്പിളിൻ്റെ എൻട്രോപ്പി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? A1ൻ്റെത് ഇൻഫർമേഷൻ ഗെയിൻ കാണണം, A3ൻ്റെ ഇൻഫർമേഷൻ ഗെയിനും കാണണം. അപ്പം നേരത്തെ വന്ന സെയിം സ്റ്റെപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. സോ A1ൽ A1 = 1 വരുന്ന കേസിൽ അതിൻ്റെ എൻട്രോപ്പി വന്നിട്ട് 0 വരും. A1 = 0 വരുന്ന കേസിൽ അതിൻ്റെ എൻട്രോപ്പി 0 വരും. എങ്കിൽ അതിൻ്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ A3ൽ 1 വരുന്ന കേസിൽ അതിൻ്റെ എൻട്രോപ്പി 0 വന്നു. A3ൽ 0 വരുന്ന കേസിൽ അതിൻ്റെ എൻട്രോപ്പി 1 വന്നു. സോ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ലാർജസ്റ്റ് ഗെയിൻ എടുക്കുക. സോ A1ൻ്റെ ഗെയിൻ വന്നിട്ട് 0.91 A3യും A3ൻ്റെ പുതിയ ഗെയിൻ വന്നിട്ട് 0.2516ഉം. സോ ലാർജസ്റ്റ് ഗെയിൻ ആരാണ്? 0.9 വരുന്ന കേസ്, അതായത് നമ്മുടെ A1. സോ നമ്മുടെ ഡിസിഷൻ ട്രീയിൽ നെക്സ്റ്റ് ഇവിടെ A1നെ ഹെഡാക്കി വെക്കണം. അപ്പോൾ A1നും എഗെയിൻ എന്ത് വരും? 1 വരുന്ന ഇൻപുട്ടും വരും, 0 വരുന്ന ഇൻപുട്ടും വരും. സോ നമുക്ക് നോക്കാം. A1ൽ 1 വരുന്നിടത്ത് 1 ആണ് വരുന്നത്, 0 വരുന്നിടത്ത് 0 ആണ് വരുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. സോ 1 വരുന്നിടത്ത് 1 എന്നുമായി, 0 വരുന്നിടത്ത് 0 എന്നുമായി. സോ ഇതാണ് ഫൈനൽ ഡിസിഷൻ ട്രീ. ഓക്കെ, സോ നെക്സ്റ്റ് അൽഗോരിതമിക് സ്റ്റെപ്പ് എങ്ങനെ വരും? ഓക്കെ, എങ്ങനെ വരും? റിപ്പീറ്റ് ദ ഓൾ സ്റ്റെപ്പ് ഫ്രം ഈ സ്റ്റെപ്പ് 1 ടു റിപ്പീറ്റ് ചെയ്യണ്ടേ? ഫ്രം സ്റ്റെപ്പ് 1 ടു ടിൽ സ്റ്റെപ്പ് 3 എവിടം വരെ? അൺടിൽ വി ഗെറ്റ് ദ റിക്വയർഡ് ഡിസിഷൻ ട്രീ. സോ ഇത്രയേ ഉള്ളൂ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തനിയെ ചെയ്ത് നോക്കണം.
എത്ര വീഡിയോസ് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം, തനിയെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കിയാൽ മാത്രമേ ആൻസർ നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.